നമസ്കാരം. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള നടപടികൾ വളരെ കർശനമായി കൊണ്ടിരിക്കുന്നു. അത് എല്ലാവർക്കും അറിയാനുള്ളൊരു വാർത്തയായതുകൊണ്ടാണ് നമ്മൾ ഈ സുഭാഷിത ചാനൽ വഴി ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന അക്കൂട്ടത്തിൽ ഇതും കൂടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഡ്രൈവിംഗ് പരീക്ഷ ജയിക്കാൻ 30 മാർക്കിൽ 18 മാർക്ക് വേണം. നേരത്തെ 20 മാർക്കിൽ 12 എണ്ണം ശരി ഉത്തരം എഴുതി, 20 ചോദ്യം ഉണ്ടാവും, 12 ശരി ഉത്തരം എഴുതി കഴിഞ്ഞാൽ നേരത്തെ ജയിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 30ൽ 18 മാർക്ക് വേണം. അതുപോലെ തന്നെ പിന്നെ ഉത്തരത്തിനുള്ള സമയം 15 സെക്കൻഡിനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ 30 സെക്കൻഡാണ്. കുറച്ചുകൂടി ലിബറലാക്കിയിട്ടുണ്ട്. പുതിയ രീതി ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ലേണേഴ്സിനുള്ള പരിശീലനത്തിനും മോക്ക് ടെസ്റ്റിനുമായി MBD ലീഡ്സ് ലീഡ്സ് ആപ്പ്, മൊബൈൽ ആപ്പും ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം ഡ്രൈവിംഗ് സ്കൂളുകളിലെ ഇൻസ്ട്രക്ടർമാർക്കും റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. അപ്പോൾ കുറേ കർശനമാവുകയാണ്. റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാകുന്നു. ലീഡ്സ് ആപ്പിലൂടെ ഇൻസ്ട്രക്ടർമാരും ടെസ്റ്റ് പാസ്സാവണം. അപ്പോൾ ഈ ഇൻസ്ട്രക്ടർമാരും ടെസ്റ്റ് പാസ്സാവണം. അപ്പോൾ കുറച്ചൊരു കർശനമാണ് കാര്യങ്ങളെങ്കിലേ ഇൻസ്ട്രക്ടർ ലൈസൻസ് നിലനിർത്താനാകൂ. മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർക്കും റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ വാർഷിക റിപ്പോർട്ടിലും സേവന കാര്യങ്ങളിലും ഇതെല്ലാം ഉൾപ്പെടുത്തുകയും വേണം ജീവനക്കാരുടെ. അതുപോലെ തന്നെ പരീക്ഷ ഫലം അവരുടെ റിപ്പോർട്ടിലൊക്കെ ഉൾപ്പെടുത്തണം. ലേണേഴ്സ് സിലബസ് MBD ലീഡ്സിലാണ് വരാൻ പോകുന്നത്. ലേണേഴ്സ് ടെസ്റ്റിലുള്ള സിലബസ്, പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ എന്നിവ ആപ്പിലുണ്ടായിരിക്കും. ആപ്പിലെ മോക്ക് ടെസ്റ്റുകൾ പാസ്സാകുന്നവരെ റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ലഭിക്കും. അപ്പോൾ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് നിർബന്ധിത റോഡ് സേഫ്റ്റി ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതില്ല. അപ്പോൾ പരിഷ്കാരങ്ങൾ കുറേ അധികം വരെയാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ KSRTC ബസ്സുകളിൽ QR കോഡ് കാണിച്ച് യാത്രാ ഇളവ് നേടാം. അപ്പോൾ കുറച്ചധികം നല്ല പരിഷ്കാരങ്ങൾ വന്നതാണ്. അപ്പോൾ മാത്രമല്ല KSRTC ഇപ്പോൾ ഗണേഷ് കുമാർ മന്ത്രി മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹം വിവാദവും തർക്കവും നാവുകൊണ്ട് ബഹളമൊക്കെ ഉണ്ടാവുമെങ്കിലും, സരസ്വതി വിളയാട്ടമൊക്കെ ഉണ്ടെങ്കിലും, വികട വിളയാട്ടമൊക്കെ ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അദ്ദേഹം ലാഭമുണ്ടാക്കുന്ന കാര്യത്തിൽ, ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ, ഇപ്പോൾ ഈ കാര്യത്തിലൊക്കെ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം, മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ആളുകളെ ഒന്നും വിശ്വാസത്തിലെടുക്കാതെ അവരുടെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതുകൂടി ഒന്ന് പരിഹരിക്കണം. മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകാർ ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്നവരാണ്. അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് തന്നെയാണ് ഈ ലൈസൻസ് ഇത്രയും ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ എടുത്തത്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള, അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള, അവരുമായിട്ട് കൂടി കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ടുള്ള പരിഹാരമാണ് വേണ്ടത്. കാര്യം അതിൻ്റെ ആളുകളല്ലേ. അപ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കണം. അവരെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് ശരിയല്ല. ഈ പരിഷ്കാരത്തിൻ്റെ ന്യായാന്യായങ്ങൾ പറയേണ്ടത്, ശരിതെറ്റുകൾ പറയേണ്ടത് പിന്നെ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓണേഴ്സും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്, നടത്തുന്നവരാണ്. എനിക്കെൻ്റെ സാങ്കേതികത്വം അറിയില്ല. പക്ഷേ എന്തായാലും പരിഷ്കാരങ്ങൾ നമ്മളെപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ്, മുന്നോട്ട് പോകാൻ തയ്യാറാണ്. പക്ഷേ ചില കാര്യങ്ങൾ കർശനമാക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള മാറ്റം വരുത്തുമ്പോൾ ബന്ധപ്പെട്ടവരുമായിട്ടും കൂടെ ഒരു ചർച്ച മന്ത്രി നടത്തിയിരുന്നെങ്കിൽ അതിനൊരു ജനാധിപത്യം വരുമായിരുന്നു. തീർച്ചയായിട്ടും ലേണേഴ്സ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ്റെ ആളുകളൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും കുറച്ചുപേരെ വിളിച്ച് ഒരു ചർച്ചയും കൂടി നടത്തിയിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഒരു ശില്പശാലയൊക്കെ നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു വിശ്വാസ്യത ഇതിനകത്ത് വന്നേനെ. അതുണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉണ്ടായെങ്കിൽ നന്ന്, ഇല്ലെങ്കിൽ അതും ഗൗരവമായി ഒന്ന് ചിന്തിക്കാവുന്നതാണ്. ഇത് ഒക്ടോബർ 1 മുമ്പേ കംപ്ലീറ്റ് പരിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ അതൊരു 10 ദിവസം നീട്ടിവച്ചതിന് ശേഷം ഇങ്ങനൊരു സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാനേജ്മെൻറ്റ് ആളുകളെ, ഈ ഡ്രൈവിംഗ് സ്കൂൾ ആളുകളെ കൂടെ വിളിച്ചൊരു ശില്പശാലയൊക്കെ നടത്തി അവരുടെ അഭിപ്രായം കൂടെ എടുത്തുകൊണ്ട് നടപ്പിലാക്കിയാൽ കൂടുതൽ ജനകീയവും സുതാര്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.